വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന വചനാഗ്നി പ്രേക്ഷകർക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവും അല്ലല്ലോ, ദൈവത്തിൻ്റെ ദയയിലെ എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം. നമ്മളായിരിക്കുന്ന ഇടം, നമ്മുടെ കുടുംബം, നമ്മുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. സന്ധിയിലും മജ്ജയിലും ആത്മാവിലും ഒക്കെ തുളച്ചു കയറും. ആ ഒരു വലിയ അഭിഷേകം ഈ മണിക്കൂറിൽ നമുക്കുണ്ടാവണം. ഇതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റുതിരുത്തലിന്, ശാസനത്തിന്, നീതിയിലുള്ള പരിശീലനത്തിനെല്ലാം ഈ വചനം കേൾക്കുന്ന സമയം പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ പ്രവർത്തിച്ച് ആ വചനത്തിൻ്റെ ശക്തി പ്രകടമാകട്ടെ. ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ എളിമയോടെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കാം. വലിയദാസൻ്റെ മേലും നിങ്ങൾ ഓരോരുത്തരുടെ മേലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ഈ വചനം മുഴങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലെല്ലാം ദൈവികമായൊരു ശക്തിയും ചൈതന്യവും വ്യാപരിക്കുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ഞങ്ങളിൽ വന്നു നിറയണേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ലൂക്ക സുവിശേഷത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് ഗലീലയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ്. ഈ യാത്രയ്ക്കിടയിലാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അതിനിടയിൽ പലതരത്തിലുള്ള ആളുകൾ ഈശോയുടെ അടുക്കൽ വരുന്നുണ്ട്. സൗഖ്യം പ്രാപിക്കാൻ വരുന്നവരുണ്ട്, ചോദ്യം ചോദിക്കാൻ വരുന്നവരുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇതിൻ്റെ പല വിധത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വന്ന് ഈശോയുടെ ഒരു വലിയ സഹായം ചോദിക്കുകയാണ്. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, സ്വത്ത് തർക്കത്തിൽ ഈശോയോടൊരു തീരുമാനം എടുപ്പിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അതായത് സഹോദരനോട് പറയണം. ഇപ്പം ഈശോയ്ക്ക് ഇപ്പോൾ സമൂഹത്തിൽ അല്പം അംഗീകാരമൊക്കെ ഉണ്ട്. ഈശോ പറഞ്ഞാൽ അവൻ കേൾക്കും. അതുകൊണ്ട് നീ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം. എന്താണ് കൽപ്പിക്കേണ്ടത്? പിതാവിൻ്റെ സ്വത്ത് ഞാനുമായിട്ട് പങ്കുവയ്ക്കാൻ. അപ്പോൾ ഈശോയെ അവിടെ ഈ വന്ന ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നത് അവൻ്റെ ഭൗതികമായ സാമ്പത്തികമായ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൗകികമായ സാമ്പത്തികമായ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി തന്നെ ഇടപെടുത്തുവാൻ നോക്കിയ മനുഷ്യനോട് ഈശോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി
ആര് നിയമിച്ചു? ഞാൻ നിങ്ങളുടെ ന്യായാധിപനല്ല. ലൗകിക കാര്യങ്ങൾ വിധി നടത്തുന്ന ഒരു വിധികർത്താവല്ല ഞാൻ. പിന്നെയോ നീതിയുള്ള ന്യായാധിപൻ അന്ത്യവിധിയിൽ വിധി നടത്തേണ്ടവനാണ്, ആത്മീയ വിധി നടത്തേണ്ടവനാണ്. ഞാൻ സ്വത്ത് ഭാഗിക്കുന്നവനല്ല. പിന്നെയോ നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടി എന്നെ തന്നെ ഭാഗിച്ച് നൽകാൻ, എന്നെ തന്നെ മുറിച്ച് വിളമ്പാൻ വന്നവനാണ് ഞാൻ. ആ എന്നെ നിന്റെ സ്വത്ത് ഭാഗിക്കുന്നവനായി, നിന്റെ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു ന്യായാധിപനായി ആരും നിയമിച്ചിട്ടില്ല. എൻ്റെ പിതാവ് എന്നെ നിയമിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ഈശോ അവനോട് നോ പറഞ്ഞു വിടുകയാണ്. തൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം അവൻ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ കണ്ടിട്ടുണ്ട്. രോഗികളെ സുഖപ്പെടുത്തി, പിശാചി ബാധിതർക്ക് ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകി. എന്നാൽ ഇവിടെ ആ ചെറുപ്പക്കാരൻ്റെ ആവശ്യത്തിന് മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതുപോലെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച മറ്റൊരു ചെറുപ്പക്കാരനെ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് നിയമം അനുഷ്ഠിച്ച് നടന്നവൻ. അവനോട് ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിന്റെ സമ്പത്ത്, ലൗകിക സമ്പത്ത് നീ പരിത്യജിക്കണം. അത് ദരിദ്രർക്ക് വേണ്ടി ദാനം ചെയ്യണം. എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരണം. അപ്പോഴാണ് നിനക്ക് നിത്യജീവൻ കിട്ടുന്നത്. നിത്യജീവനും ലോകത്തിൻ്റെ സമ്പത്തും തമ്മിലുള്ളൊരു പൊരുത്തക്കേട് ഈശോ അവിടെ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ സമ്പത്തിന് വിരുദ്ധനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ സമ്പത്ത് കൂട്ടിവെക്കുന്നതിനെയും പങ്കുവെക്കപ്പെടാതിരിക്കുന്നതിനെയുമാണ് ഈശോ ശക്തമായി എതിർക്കുന്നത്. അതിനുശേഷം ഈ ആശയം തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിക്കുവാനായിട്ട് ഈശോ നൽകുന്ന ഒരു ഉപമ, വളരെ സുന്ദരമായ, ശ്രേഷ്ഠമായ, ചിന്തോദ്ദീപമായ ഒരു ഉപമ ലൂക്കാ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈശോയ്ക്ക് പറയാനുള്ളത് ഇതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരോട് ഈശോ പറയുകയാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നിങ്ങൾ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ആത്മീയ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ലൗകികമായ അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ഈശോ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അത് ചോദിച്ചിട്ട് വരുന്നതല്ല, നൽകപ്പെടുന്നതാ. ചോദിച്ച് കിട്ടുന്നത് എന്താണെന്നാണ് സുവിശേഷം പറയുന്നത്? തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്ന. അപ്പോൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാ, ചോദിക്കേണ്ടത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഭൗതിക കാര്യങ്ങൾ ചോദിക്കാനല്ല, അത് നൽകപ്പെടേണ്ടതാണ്. അത് ആർക്ക് നൽകപ്പെടും? ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുന്നവർക്ക്, ആത്മീയമായ അഭിലാഷങ്ങളുള്ളവർക്ക്, ആത്മീയമായ ദാഹമുള്ളവർക്ക് ഭൗതികമായതൊന്നിനും ഒരു കുറവും വരില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം അത്യാഗ്രഹത്തെ നിശിതമായി വിമർശിച്ചിരിക്കുന്ന ഈശോ ഒരു ഉപമ പറഞ്ഞു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി.
സമൃദ്ധമായ വിളവുണ്ടായപ്പോൾ ആ വിളവിലേക്ക് മാത്രം നോക്കിയ ഒരു ഭോഷനെയാണ് ഇവിടെ ഈശോ അവതരിപ്പിക്കുന്നത്. വിളവിലേക്ക് മാത്രം നോക്കാതെ വിളവിൻ്റെ പിന്നിലുള്ള ഉടയവനെ കാണാൻ അവന് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ ചിന്തിച്ച പോലെ ചിന്തിക്കാൻ അവനാകില്ലായിരുന്നു. സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ ഇതെൻ്റെ അധ്വാന ഫലമാണ് എന്നുള്ള അഹങ്കാരം അവനെ മഥിച്ചപ്പോൾ അവൻ്റെ ചിന്ത പോയത് ഇപ്രകാരമാണ്: ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. ഞാനിനി എന്തു ചെയ്യും? സമൃദ്ധമായ വിളവുകളുണ്ട്, ഇതെൻ്റേതാണ്, ഇതെനിക്ക് സൂക്ഷിക്കണം, ഇതെനിക്ക് വേണ്ടി സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ല. നിനക്ക് വേണ്ടി സൂക്ഷിക്കാൻ നിനക്ക് സ്ഥലമില്ല. പക്ഷേ നിനക്ക് ദൈവം സമൃദ്ധി നൽകിയത് നിനക്ക് വേണ്ടി സൂക്ഷിക്കാനല്ല, നിന്റെ അത്യാഗ്രഹത്തെ ശമിപ്പിക്കാനല്ല, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട, നിന്നിലൂടെ കുറവുകൾ നികത്തപ്പെടേണ്ട അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറാനാണ് നിന്റെ ജീവിതത്തിന് ദൈവം സമൃദ്ധി നൽകിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ, ഇതെൻ്റെ അധ്വാന ഫലമല്ല, എല്ലാം ദാനമാണ്, ദാനമായിരിക്കെ ദാനമല്ലെന്നുള്ള മട്ടിൽ അഹങ്കരിച്ച് എൻ്റേത് സംഭരിക്കാൻ എനിക്ക് സ്ഥലമില്ല എന്ന് ചിന്തിക്കുന്നവനാകാതെ, എൻ്റെ ദൈവത്തിൻ്റെത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നൽകാൻ എനിക്ക് സ്ഥലത്തിൻ്റെ കുറവില്ല, സാഹചര്യങ്ങളുടെ കുറവില്ല എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോൾ നീ ഭോഷനല്ല, ദൈവ കൃപയുള്ളവനായി മാറുകയാണ് ദൈവ തിരുമുമ്പിൽ. അപ്പോൾ അവൻ വീണ്ടും ചിന്തിക്കുകയാണ്, എൻ്റെ അറപ്പുരകൾ പൊളിക്കും, എന്നിട്ടോ കൂടുതൽ വലിയവ ഞാൻ പണിയും. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ ഞാൻ പണിയും. എന്നിട്ടോ എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ട്, ലോകത്തിൻ്റെ നേട്ടങ്ങളും ലോകത്തിൻ്റെ വിളവുകളും ലൗകികമായ ഉന്നതികളും കണ്ടിട്ട് എല്ലാമായി എന്ന മട്ടിൽ അഹങ്കരിക്കുന്ന ഭോഷനായ മനുഷ്യനോട് അവൻ്റെ അറപ്പുരകൾ മതിയാവാത്തതിനാൽ അത് പൊളിച്ച് കൂടുതൽ വലുത് പണിയാൻ തയ്യാറെടുക്കുന്നവനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭോഷ, വിഡ്ഢി, ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകുമെന്ന് പറയാവോ? ഇത് ബൈബിളിൽ പറഞ്ഞ ഒരു ഉപമ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതിന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെയും ലോക്കറിലെ സ്വർണ്ണാഭരണങ്ങളുടെയും കണക്ക് നോക്കി ആനന്ദിച്ചുല്ലസിച്ച് നിൽക്കുന്നവനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ ഇതൊക്കെ ആരുടേതാകും? ഇതാർക്ക് വേണ്ടി നീ സംഭരിച്ചു വയ്ക്കുന്നു? നീ ഇവിടെ സംഭരിച്ചു വയ്ക്കുന്നതല്ല നിനക്ക് വേണ്ടത്. നീ കടന്നു ചെല്ലേണ്ട നിന്റെ സ്വന്തം ദേശത്ത് നീ എന്തൊരുക്കി വെച്ചിട്ടുണ്ട്? ഇവിടെ നീ വിസിറ്റിംഗ് വിസയിൽ വന്നവനാ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി വന്നവനാ. ഈ പെർമിറ്റ് തീർന്നാൽ, ഈ വിസയുടെ കാലാവധി അവസാനിച്ചാൽ നീ മടങ്ങിപ്പോകേണ്ട ഒരിടമുണ്ട്. അവിടേക്ക് ഇവിടെ നിന്ന് ഡിപ്പോസിറ്റ് അയക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നിന്റെ ജാഗരൂകത, അവിടെയാണ് നിന്റെ ഒരുക്കം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ കടന്നു വരുമ്പോൾ
ഒരുക്കത്തോടുകൂടി അവനെ എതിരേൽക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ നിന്റെ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കാനാവണം. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നവനുമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗം സുവിശേഷത്തിൽ അവസാനിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ, സമ്പത്തിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട എന്ന ചിന്ത ഈശോ നൽകുമ്പോൾ, ഇനി നിൻ്റെ കാര്യം ആര് നോക്കും? അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ എന്തു ചെയ്യണം? എന്താണ് ദൈവസന്നിധിയിലെ സമ്പത്ത്? ദൈവസന്നിധിയിലെ നിന്റെ സമ്പത്ത് നിന്റെ സുഹൃതങ്ങളും സൽകൃത്യങ്ങളുമാണ്. എൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന സ്വരം കേൾക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. സ്വന്തം പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ചെയ്യാതെ ദൈവസ്നേഹത്തെ പ്രതി ദൈവമഹത്വത്തിനായി, സഹോദര സ്നേഹത്തെ പ്രതി സഹോദരങ്ങളുടെ ഉന്നമനത്തിനായി എനിക്ക് ദൈവം തന്നിട്ടുള്ളതിനെ പങ്കുവെച്ചു കൊടുക്കുന്ന മനോഭാവമുള്ളവൻ, മനസ്സുള്ളവൻ, അവനാണ് ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അങ്ങനെയൊരു സമ്പന്നനായി തീരാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് കർത്താവിൻ്റെ വരവിനെ ഭയപ്പെടേണ്ട, ഒരുക്കമുള്ളവനായി കാണപ്പെടാൻ സാധിക്കും. ഒരിക്കലൊരു സഹോദരൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തീഷ്ണതയോടുകൂടി ആരും അറിയാതെ താല്പര്യം കാണിക്കുന്ന പല അനുഭവങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സഹോദര, താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ബിസിനസ്സൊന്നുമല്ല, സാധാരണ ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം വളരെ എന്നെ സ്പർശിച്ചൊരു കാര്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മളൊക്കെ വിളമ്പുകാരാണ്. നമ്മുടെ കലവറക്കാരൻ കർത്താവാണ്. വിളമ്പുകാരൻ്റെ പാത്രത്തിലെ തീർന്നാലല്ലേ കർത്താവിനോട് വീണ്ടും ചോദിക്കാൻ പറ്റൂ? പാത്രം കാലിയായി കണ്ടാലല്ലേ കലവറക്കാരന് വീണ്ടും ആ പാത്രത്തിലേക്ക് നിറച്ചു തരാൻ പറ്റൂ? അതുകൊണ്ട് ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, ദൈവം എനിക്ക് തരുന്നു, ഞാനത് കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞത് തന്നെയാണ്, ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുക. അതുകൊണ്ട് ഭോഷനായ ധനികൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ദാനമായി കിട്ടുന്നതാണെന്ന ബോധ്യത്തോടുകൂടി ദാനമായി കൊടുക്കാനുള്ളൊരു മനസ്സ് സ്വന്തമാക്കുക, അങ്ങനെ ദൈവസന്നിധിയിൽ വിലയുള്ളവരായി മാറുക എന്നതാണ്. ദൈവസന്നിധിയിൽ നീ വിലയുള്ളവനായി മാറുന്നില്ല എങ്കിൽ നിന്നെ വിളിക്കുന്ന പേര് ഈ സുവിശേഷത്തിലെ ഈശോ പറഞ്ഞ ഉപമയിലെ കഥാപാത്രത്തിൻ്റെ അതേ പേര് തന്നെയാണ്, നീ ഭോഷനായ ധനികനാണ്. നീ കൃപയുള്ള, നീ അനുഗ്രഹിക്കപ്പെട്ട ധനികനായി മാറുന്നത് ദൈവസന്നിധിയിൽ നീ സമ്പന്നനാകുമ്പോഴാണ്. ഇവിടെ നിനക്കുണ്ടാകുന്ന നഷ്ടം, ഇവിടെ നീ പങ്കുവെച്ച് കൊടുത്തത്, ഇവിടെ നീ സഹിച്ച സഹനങ്ങൾ, ഇവിടെ നീ ഏറ്റെടുത്ത വേദനകൾ, ഇവിടെ നീ ഏറ്റെടുത്ത നൊമ്പരങ്ങളെല്ലാം, ത്യാഗങ്ങളെല്ലാം നിനക്കവിടെ ദൈവസന്നിധിയിൽ നിക്ഷേപമായി സമ്പത്തായിട്ടുണ്ട്. എന്നാൽ നീ ഇവിടെ നിൻ്റെ സ്വാർത്ഥതയുടെ അടിമയിൽ, നിൻ്റെ അസൂയയിൽ, നിൻ്റെ അഹങ്കാരത്തിൽ ദൈവത്തെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, നിനക്കുള്ളതെല്ലാം നിൻ്റേതാണെന്നുള്ള മിഥ്യാധാരണയോടുകൂടി നിൻ്റെ അറപ്പുര പൊളിക്കാനും കൂടുതൽ വലുത് പണിയാനും നിനക്ക് വേണ്ടി മാത്രം കരുതി വയ്ക്കാനും തയ്യാറായി ജീവിച്ചു എങ്കിൽ നിന്നെ ഭോഷൻ എന്നല്ലാതെ മറ്റൊന്നും ദൈവത്തിന് വിളിക്കാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഭോഷന്മാരാകാനല്ല, വിലയുള്ളവരായി മാറാൻ, സമ്പന്നരായി മാറാൻ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അത് നമ്മൾ എന്തു ചെയ്യണം? അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ 22 മുതലുള്ള വചനങ്ങളിൽ പരിചിതമായ വചനമാണ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലികളെയും അലങ്കരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവായ നിന്റെ അപ്പനായ ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്നാണോ നീ കരുതുന്നത്? നീ അവൻ്റെ കാര്യത്തിൽ ജാഗ്രതയുള്ളവനാണെങ്കിൽ, ഉള്ളവളാണെങ്കിൽ, നിന്റെ കാര്യത്തിൽ നിനക്കുള്ളതിനേക്കാൾ ജാഗ്രതയും ശ്രദ്ധയും നിന്റെ പിതാവായ ദൈവത്തിനുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിനക്ക് അവൻ്റെ കാര്യത്തിൽ അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ജാഗരൂകത, വിശ്വസ്തത ഉണ്ടാവണം. എങ്കിലേ അവൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ. അവൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ സുവിശേഷം പഠിപ്പിക്കുന്നതനുസരിച്ച് എടുക്കപ്പെടുന്നവരുമുണ്ടാകും, അവശേഷിക്കുന്നവരുമുണ്ടാകും. 2 പേർ വയലിലുണ്ടാകും, ഒരാൾ എടുക്കപ്പെടും. 2 പേർ കട്ടിലിൽ കിടക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. തിരികല്ലിൽ 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നിനക്ക് ദൈവസന്നിധിയിൽ സമ്പത്തുണ്ടെങ്കിലേ നിന്റെ രാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയൂ. നിനക്ക് സ്വർഗത്തിൽ സമ്പത്തില്ലെങ്കിൽ, നിക്ഷേപമില്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയില്ല എന്നാണ്. നിനക്കെവിടെയാണോ സമ്പത്തുള്ളത് അവിടെ കൊണ്ട് അവശേഷിക്കും നിന്റെ ജീവിതം. നിനക്ക് നിത്യതയുടെ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പറുദീസായുടെ ഒരു അനുഭവത്തിലേക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ നിനക്ക് കടന്നു പോകണമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും തേടി ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം പോലും കൂട്ടാൻ നിന്റെ ആകുലതയ്ക്ക് കഴിയില്ല എന്ന ബോധ്യത്തോടുകൂടി ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ എല്ലാം നല്ലവനായ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ തണലിൽ ജീവിച്ച് അവൻ്റെ മുമ്പിൽ സമ്പന്നനായി മഹത്വം പ്രാപിച്ച് സ്വർഗീയ സൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ദൈവ പൈതലാകുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽപ്പെട്ട് പതറി വീഴരുത്. ലൗകികമായ മോഹങ്ങളിൽപ്പെട്ട് കുടുങ്ങിപ്പോകരുത്. പിന്നെയോ എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, എന്നെ നയിക്കുന്നൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ തണലിലാണ് ഞാൻ, അവൻ്റെ പരിപാലന എന്നോട് കൂടെ എപ്പോഴുമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ്റെ നാമമഹത്വത്തിനായി അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ആ തിരുഹിതം മാത്രം അറിഞ്ഞുകൊണ്ട് സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാൻ വാരിക്കൂട്ടി വെക്കാതെ പങ്കുവെച്ച് നൽകുവാൻ, അങ്ങനെ യഥാർത്ഥമായ സ്വർഗീയ നിക്ഷേപത്തിന് ഉടമകളാകുവാൻ വിശുദ്ധരെ പോലെ, മിഷണറിമാരെ പോലെ തീഷ്ണതയുള്ള പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അവിടെയായിരിക്കണം നമ്മുടെ നിക്ഷേപം. ദൈവമാണ് എല്ലാത്തിൻ്റെ ഉടയവൻ. അവൻ്റെ കരങ്ങളിലേക്ക് സകല ആകുലതകളും ആശങ്കകളും വിട്ടുകൊടുത്തുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങളുടെ ചിന്തകളിൽ, പ്രവചനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം നീ രാജാവാകണമേ. സ്വർഗത്തിൽ നിക്ഷേപം കരുതുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
അഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.